ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ്, ഈവനിങ് പ്ലസ് നൈറ്റ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ടേക്ക് പോകാനായിട്ട് ഇരിക്കുക കേട്ടോ. ഏകദേശം സമയം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഈവനിങ് വ്ളോഗ് എടുക്കുമ്പോൾ വീട്ടിൽ ചെന്നിട്ടുള്ള ബാക്കി സമയമാണ് എടുക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ജോലി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകണം മുതൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് 6:30 കഴിഞ്ഞിട്ടുണ്ട്, അധികം ഇരുട്ടായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ സിസ്റ്റമൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വെച്ചു. വൈകിട്ട് സിസ്റ്റം ക്ലോസ് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ, ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ സിസ്റ്റമൊക്കെ ക്ലോസ് ചെയ്ത് ബാഗ് എടുത്തിട്ട് ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിട്ട് എനിക്ക് കടയിലൊക്കെ ഒന്ന് കയറണം, എന്നിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഡോറൊക്കെ ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ കടയിൽ പോയിട്ട് കറിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം, എന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. എന്നും ഞാൻ ഈ ടൈമിലല്ലാട്ട് ഇറങ്ങണേ. ഒരു 7 മണിയൊക്കെ കഴിയും. ചില സമയത്ത് അതിനും വൈകും, ചില സമയത്ത് കുറച്ച് നേരത്തെ ഇറങ്ങും. അപ്പോൾ ഞാൻ പച്ചക്കറി കടയിൽ കയറിയിട്ട് കുറച്ച് കറിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ടായിരുന്നു, അതും വാങ്ങിച്ച് പിന്നെ നേരെ ഞാൻ ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഈ ടൈം ആകുമ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകാറില്ല, ഓട്ടോ വിളിച്ചാൽ പോവാറ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വീട്ടിലോട്ടേക്കുള്ള വഴി. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ സാധാരണ ഈ ജനലയുടെ അവിടെയാണ് അവൻ നോക്കിയിരിക്കാറ് കുഞ്ഞെ. പിന്നെ അവനെ കാണുന്നില്ല, മിക്കവാറും അവിടെ ഇരുന്ന് കളിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ കയറി ചെന്നുട്ടെ. അപ്പോൾ അവനെന്നെ കണ്ടു. പിന്നെ ഞാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി. ഇനിയിപ്പോൾ ചായയൊക്കെ വയ്ക്കണം, ചായ കുടിക്കണം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ നോക്കാനായിട്ട്. അപ്പം ഞാൻ പോയി ചായയൊക്കെ വെക്കട്ടെ കേട്ടോ. അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. ഇതാണ് ദൈവമേ ഗൈസ്, ഇവിടുത്തെ മേടി ചെറുക്കൻ. അവൻ എൻ്റെ മുടി കാണാൻ പാടില്ല. നിനക്ക് എൻ്റെ മുടി കാണാൻ പാടില്ല എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. എന്നാ പറഞ്ഞേ? ബാ, നമുക്ക് ചായ കുടിക്കാൻ ബാ. അയ്യോ എന്നാന്നല്ല, ബാ ഇങ്ങ് ബാ. കണ്ടപ്പനെ അപ്പം അച്ചായി പാല് വാങ്ങിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പാലൊക്കെ എടുത്തിട്ട് ചായ വയ്ക്കാൻ പോവാണ്. പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. ഇത്ര നേരം മഴ, എനിക്ക് തോന്നുന്നു ഇന്നൊന്നും മഴ ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോഴാണ് മഴ പെയ്തത്, വൈകുന്നേരമായപ്പോൾ. അപ്പം നല്ല അടിപൊളി മഴയാണ് പുറത്ത് പെയ്യണത്. ഞാൻ ചായയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര തലവേദന, എന്താണെന്ന് അറിയാൻ പാടില്ല. ഇന്ന് തലവേദന എടുക്കണം. എനിക്ക് അല്ലെങ്കിൽ 2 ദിവസമായി തലവേദന തുടങ്ങിയിട്ട്. അപ്പം ചായയൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കട്ടെ കേട്ടോ. എനിക്ക് തോന്നുന്നു തലവേദന എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 5-6 ദിവസം ഞാൻ വർക്കിന് പോകണ്ടായില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, വീഡിയോയിലും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എനിക്കല്ല, കൊച്ചിന് അവന് പനിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ 5 ദിവസം അഡ്മിറ്റായിരുന്നു. അപ്പം അന്നേരം ഒന്നും ജോലിക്ക് പോകാൻ പറ്റണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്യാപ്പ് എടുത്തിട്ടല്ലേ പിന്നെ പോയത്. എനിക്ക് അങ്ങനെ വരുമ്പോൾ പിന്നെ ഞാൻ ഫുൾ ടൈം സിസ്റ്റത്തിൽ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കാം എന്ന് തോന്നുന്നു. അപ്പോഴേക്കും പുറത്തെ മഴയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനി ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് വേണം ചോറിനുള്ളതൊക്കെ. ചോറ് ഇരിക്കുന്നുണ്ട്. അപ്പം അത് ചായ തിളച്ചിട്ടുണ്ട് കേട്ടോ. ചായപ്പൊടിയൊക്കെ എടുത്തിട്ടു. ഇനി ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോസൊക്കെ എടുക്കാം. ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചിട്ടാട്ടോ
ഞാൻ എന്ന് വെച്ചാൽ ട്രൈപ്പോഡ് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ട്രൈപ്പോഡാണ്. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എനിക്ക് തോന്നുന്നത് 200 സംതിങ്ങിനാന്ന് തോന്നുന്നു. ഞാൻ ഇൻസ്റ്റയിൽ നിന്നാണ് അത് ഇൻസ്റ്റയിൽ പോട്ടെ, മീഷോന്നാണ് ഞാനത് വാങ്ങിച്ചത്. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൊക്കത്തിൽ വയ്ക്കാൻ പറ്റില്ല. പൊക്കത്തിൽ വെച്ച് നമ്മുടെ ഫോണ് താഴെ വീഴും. അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൊക്കത്തിൽ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ പൊക്കത്തിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിൽ ഞാൻ വെച്ച് നോക്കിയാട്ടാ. അപ്പം എനിക്ക് ഇത് സെറ്റാന്ന് തോന്നി. എന്നുവെച്ചാൽ അടുക്കള ഏകദേശം ഫുള്ളായിട്ടൊന്ന് കാണാം. ഈ ഫ്രിഡ്ജിൽ ഇങ്ങനെ എന്ത് ചെയ്യായിരുന്നു ഇതൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. ഇനി ഒരു ട്രൈപ്പോഡ് വാങ്ങണം. എൻ്റെ കയ്യിൽ റിംഗ് ലൈറ്റിൻ്റെ ഇതുണ്ട്, പക്ഷേ അത് എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ച് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എന്നാലും ഞാൻ പരമാവധി എടുക്കും. അത് വേറെ ഒന്നുമല്ല, ഒന്നാമതേ ഇങ്ങനെ വൈകിട്ടൊക്കെ വരുമ്പോൾ ആകെ ഭ്രാന്തായിട്ടാണ് വരണത്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡെയിലി വീഡിയോ ഇടണ്ട. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇതായിട്ട് കൊണ്ടെടുക്കണ്ടേ. ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കി, മീനും വറുത്തു. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ മീൻ വറുത്തതും ചമ്മന്തി ഉണ്ട്. അത് കൂട്ടി ചോറിനാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. അപ്പോൾ ഞാൻ നേരെ പാത്രം കഴുകാമെന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകാനിട്ടിട്ടോ. ഇനി പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവന് ചോറും കൂടി കൊടുക്കാനുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പത്തിന് അരച്ചിടാനായിട്ട്. അപ്പം ഞാൻ നേരത്തെ വേഗം പോയിട്ട് തേങ്ങയൊക്കെ ചിരകി അരി അരച്ചിടാനായിട്ടുള്ളത് നോക്കിയിട്ടോ. ഇങ്ങനെ ഇല്ലാണ്ട് വേറെ രീതിയിലും അപ്പത്തിന് അരച്ചിടാട്ടോ. അതായത് നമ്മുടെ പച്ചരിയും കുറച്ച് തേങ്ങയും ചിരകി, പച്ചരി ചൂടുവെള്ളത്തിൽ കുറച്ച് പച്ചരിയും തേങ്ങയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കുറച്ച് ചോറും കൂടി ചേർക്കണം കേട്ടോ. എന്നിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളത്തിൽ അത് കുതിർക്കാനിട്ടിട്ട് രാവിലെ എടുത്തിട്ട് അരച്ചിട്ടാലും മതി. നല്ല അടിപൊളിയായിട്ട് പൊന്തി വരും. നല്ല അടിപൊളിയായിട്ട് അപ്പവും കിട്ടും കേട്ടോ. പക്ഷെ കുറച്ച് രാവിലെ എനിക്ക് അരച്ചിറക്കണം, എന്നാലാണ് കിട്ടുള്ളൂ. 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ദേ ചേട്ടൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ചെക്കന് ഫുഡ് കൊടുക്കണം, ഞങ്ങൾക്കും ഫുഡ് കഴിക്കണം, കിടക്കണം. അത്രയ്ക്കുള്ളൂ കേട്ടോ. കൊടുക്കാനായിട്ട് അപ്പം നമ്മുടെ ഇപ്പം ഏകദേശം സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബിഗ് ബോസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ ബിഗ് ബോസ് കാണലാണേ. അതേ അവന് കഞ്ഞിയൊക്കെ റെഡിയായി, അവന് കൊടുത്തിട്ട് ഞങ്ങളും കഴിക്കണം. അപ്പം അതേ അവനും കൊടുത്തോണ്ട് ഞങ്ങളും കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പം നേരത്തെ ഉണ്ടാക്കി ചമ്മന്തി, മീൻ വറുത്തതും ചെമ്മീനും മാങ്ങയും വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ കൂട്ടിയതേ ചോറൊക്കെ കഴിച്ചു. അപ്പം അതേ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക്